എത്ര ദിവസമായി കണ്ടിട്ട്. ആ രണ്ട് സ്വത്തുമണികളെ കണ്ണു വെക്കില്ല ദൈവങ്ങളെ. ക്യാമറ ലെൻസ് തുറക്കണം. ബ്രൂട്ടോ മൃത്യുവിനെ കീഴടക്കി നമുക്ക് വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതാ. ലൈക്ക് അടിക്കറാ. ലൈക്ക് അടിക്കാനൊക്കെ വരട്ടെ. ഈ 2 മാസം ഏത് കള്ളവടിക്ക് പോയിരിക്കായിരുന്നോ? കള്ളവടിയോ? എടാ കള്ളവടി പോയിട്ട് കഞ്ഞി കുടിക്കാൻ പോലും ഇവിടെ പൈസ ഇല്ല. കഴിഞ്ഞ 2 മാസം ഞാൻ എന്ത് ചെയ്യായിരുന്നു പറഞ്ഞുതരാം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു പനിയായിരുന്നു. ആ പനി കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞതും എനിക്ക് ഈ സപ്ലി വന്നു. സപ്ലി ചെയ്ത് കഴിയുമ്പോഴേക്കും നവംബർ 6-ാം തീയതി. നവംബർ 6-ാം തീയതി മുതൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തലേദിവസം വരെ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ലിറ്ററലി ലോക്കിലെ മറ്റേ ക്യാരക്ടർ ആയിരുന്നു. ബെഡിൽ കിടന്ന് എണീക്കുകയില്ല. റീൽസ് സ്ക്രോളിങ്. ലിറ്ററലി എന്റെ ഡാറ്റ ഫുള്ളും തീർന്നത് കപ്പിൾ റീൽസ് കണ്ട് വായ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈ അഡിക്ഷൻ മാറാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നത്. എന്റെ ഈ മാസത്തെ റീചാർജ് കഴിഞ്ഞു. പൈസ ഇല്ലാണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് ചെയ്യാറ് ഗൈസ്? ആ ഷോ തുടങ്ങിയതേ പറ്റൂ ഗൈസ്. പൈസക്ക് ഷോയുടെ 3ാമത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് എവിടെയായിരുന്നു ഗൈസ്? നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിന്റെ എരാന്ന് പറയുന്നത് ഞാൻ ഇതുവരെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലത്തിന്റെ കപ്പിൾസ് ഓൺ ദി ഇന്റർനെറ്റ്. ഞാൻ പഠിക്കുമ്പോഴൊക്കെ കപ്പിൾസ് വളരെ വളരെ റെയർ ആയിരുന്നു. എന്റെ ക്ലാസ്സിൽ തന്നെ 1-2 ഉണ്ടായി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 2025 എവിടെ നോക്കിയാലും കപ്പിൾസ് ആണ്. നിങ്ങളൊരു ടാർപ്പായി പൊക്കി നോക്കിയാൽ ഇന്ന് പറഞ്ഞാൽ അവിടെ 2 കപ്പിൾസ് ചുംബനം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ S24 കൊണ്ട് മലീനി മോളിക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 കപ്പിൾസ് മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ 2 കപ്പിൾസ് കല്യാണം കഴിക്കാനുള്ള പ്രാക്ടീസിലായിരിക്കും. പിന്നെ പാർക്കിലും ഗാർഡനിലൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്. അവിടെ നരഭോജികൾ കാണിക്കുന്ന കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷട്ടർ ഐലൻഡിലെ ഡിക്കാപ്രിയായിട്ട് മാറും. ഇപ്പത്തെ പൊളിഞ്ഞ ബിൽഡിംഗ്, പാർക്ക് ഇതൊക്കെ ഓപ്പൺ ആവുകയാണ്. ഇതൊക്കെ കണ്ട് പ്രാന്ത. ഇനി കുറച്ചു നേരം പഠിത്തത്തെ ഫോക്കസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 2 സപ്ലി ഉണ്ട് ഹിന്ദിയിൽ, അതെങ്കിലും എഴുതി എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹിന്ദി ക്ലാസ് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ട്രോമറ്റൈസ് ആയി. നിങ്ങളൊരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് താഴത്തെ കമ്പാർട്ട്മെന്റിൽ അവിടെ കപ്പിൾസ്. സോ ഈ അഖണ്ഡമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. വി കനോട്ട് അവോയ്ഡ് കപ്പിൾസ്. ഓൺലി വി ക്യാൻ ഡു ഇസ് റോസ്റ്റ് ദം. ചുംബിക്കുന്നത് നല്ല അനുഭൂതി തന്നെയാണ്. പക്ഷെ അത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും മാത്രം. ഇത് കാണുന്ന ആൾക്ക് ഉണ്ടാകുന്ന സംഘർഷത്തെ പറ്റി ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഈ ഒരൊറ്റ വീഡിയോ 900,000 പേരെയാണ് അസൂയയുടെ വാൽത്തുമ്പിൽ കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് നീ അവസാനം എന്ത് നേടി? സ്ത്രീബന്ധമില്ലാത്ത ഏട്ടന്മാരുടെ ശാപം മാത്രം. ജീവിതത്തിന്റെ പരമസത്യം മനസ്സിലാക്കൂ ഭർത്താവ്. ഇന്ന് നിന്റെ ചുംബനം കണ്ട് അസൂയോടെ നിന്നവരെല്ലാവരും നാളെ നിന്നെ ഓർത്ത് ഖേദം പ്രകടിപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ? രാധേ രാധേ. 15-16 ഓക്കെ. 20-21 അപ്പൊ 20-ൽ എക്സാക്ട്ലി 2 കുട്ടികൾ. അപ്പൊ 18ാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആയി. ഓഹോ, പ്ലാനിങ് പെർഫെക്റ്റ്. എനിക്കിപ്പോ 21 വയസ്സാണ് ഗൈസ്. എന്റെ പ്രായത്തിൽ അവന്റെ 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആൻഡ് ഇവിടെ ഇറങ്ങിയ ബിസിനസ് രജിസ്ട്രേഷൻ കൂടി തുടങ്ങിയിരിക്കാം. ഈ കൊച്ചിനെ ഏത് സ്കൂളിൽ നിന്ന് തൂക്കിയിട്ട് വന്നാണോ എന്തോ. എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ നമ്മുടെ കളക്ടറിന്റെ അടുത്ത്. എത്ര കനത്ത മഴയാണെങ്കിലും സ്കൂൾ അവധി പ്രഖ്യാപിക്കരുത്. കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഇപ്പൊ സ്കൂൾ യൂണിഫോമേ മാറി. പണ്ടത്തെ സ്കൂൾ യൂണിഫോം ഇങ്ങനെയായിരുന്നു, ഇപ്പത്തെ സ്കൂൾ യൂണിഫോം ഇങ്ങനെയാണ്. ഏതോ ഒരു മഴക്കാലത്ത് കളക്ടർ സ്കൂൾ അവധി പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ മകനും അമ്മയും കൂടെ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. ഞാൻ കളക്ടർ ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വർഷത്തെ 365 ദിവസം സ്കൂൾ വെക്കും. ആദ്യം നീ ഫൈനായ സബ്ജക്ട് എഴുതി എടുക്കണ കഥയാണ് മോനെ. അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. എന്തുവാ മോനെ പറ്റിയേ? അവള് ടിക് ബാനിയുള്ള ചെക്കൻ്റെ കൂടെ പോയോ? ഓ, വല്ലാത്ത കഷ്ടം തന്നെ. She thought I will come and beg for her. എന്നിട്ട് അവന്റെ എൻ്റെ പേഴ്സണാലിറ്റി മാറ്റി. ഞാൻ ഈ പ്രായത്തിൽ കാർട്ടൂൺ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ നിന്നെ ഇടിക്കുമെന്നാ പറയുന്നത്, സൂക്ഷിക്കണം. ഏരിയ ഗ്യാങ് തൊട്ടു നോക്കടാ.
പേടിയാവുന്നു. അവന്റെ കയ്യിലെ കണ്ടോ അജലീയമായ ദിവ്യാസ്ത്രം, അവന്റെ കണ്ണിൽ കണ്ടോ സൂര്യ തേജസ്, ഇവന്റെ നിപ്പ് കണ്ടോ അറിയാം അവനൊരു സാധാരണ യോദ്ധാവല്ലാന്ന്. അവൻ നിനക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഇന്നത്തെ കാലത്ത് എക്സ്റേ റിപ്പോർട്ടൊക്കെയാണോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഓ ബ്രൂട്ടോ, വാട്ട് എ കോമഡി ബ്രൂട്ടോ. ഈ കോമഡി കേൾക്കാനാണ് ഞങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്തത്. കള്ള പലയാ. ഓ ആരുടെ അതൊക്കെ എഡിറ്റ് ചെയ്ത്? ഇങ്ങനെയുള്ള എഡിറ്റ് ഒക്കെ ഞാൻ രാത്രി ഞെട്ടി എണീക്കും. ഇതിനു വേണ്ടി നീ 9 മാസം മാറ്റി വെച്ചില്ലേ? ഈ ഗിഫ്റ്റ് കൊടുക്കാൻ നീ 9 മാസം മാറ്റി വെച്ചില്ല. അതിൽ ഒരാഴ്ച മാറ്റി വെച്ചു പറഞ്ഞാൽ നിനക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാമല്ലോ. എടാ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നിനക്ക് PC തേങ്ങൊന്നും ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾ മൊബൈലിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. PC യിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മൊബൈലിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിൻ്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, പുവർ ലുക്കിംഗ്, അഗ്ലി ആൻഡ് 5 പൈസ കൊള്ളില്ലാത്തത്. പക്ഷേ ഇപ്പോഴത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം UI ഡിസൈനിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചു, വാവ് കിണ്ണം വെബ്സൈറ്റ്, ഇതെങ്ങനെ ഉണ്ടാക്കി, ആരെ ഉണ്ടാക്കി, എവിടെ നിന്ന് ഉണ്ടാക്കി? ഇത് ഉണ്ടാക്കി തന്നത് ടെക്നോ ടാലിം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ UA കാരണം തന്നെ കുറെ പേര് കോഴ്സ് വാങ്ങാൻ വേണ്ടി. ബട്ട് ഇപ്പോഴത്തെ UA സ്മൂത്ത് ലൈക്ക് ബട്ടർ. നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞെന്ന് പറയുന്നത് വെബ്സൈറ്റിലാണ് ആപ്പിലാണ് കയറി നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവർ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതും വളരെ അഫോർഡബിൾ റേറ്റിൽ. ഇത് മാത്രമല്ല വീഡിയോ എഡിറ്റിംഗ് കോഴ്സിന്റെ ഒരു ആപ്പ് ഇവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്രൂട്ട് എഫക്റ്റ് സെർച്ച് ചെയ്ത് പറഞ്ഞാൽ ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ ടീമിനെ. കാരണം ഇവർ നിങ്ങൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി തരും. അതായത് ഇവരുണ്ടാക്കിയ വെബ്സൈറ്റ് എല്ലാം പ്രീമിയം UA ഡിസൈനിലാണ്. അതുമാത്രമല്ല അഡ്വാൻസ് SEO ഉണ്ട്, 1 year ഫ്രീ ഡൊമൈൻ ഹോസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ട് ഉണ്ട്. ഓൺലൈനിൽ ഒരു ബിസിനസ്സോ സ്റ്റോറോ തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ്, ഒരു കിണ്ണം വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓ മാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല. എടാ നിങ്ങൾ ക്രിഞ്ച് ചെയ്തോ കുഴപ്പമില്ല, ക്രിഞ്ച് ഈസ് പാർട്ട് ഓഫ് ലവ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് ക്രിഞ്ച് എടുത്ത് ഷൂട്ട് ചെയ്ത് സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി വെറുപ്പിക്കുന്നത് നോട്ട് പാർട്ട് ഓഫ് ലവ്. എടി അവൾമാർ ഇടിക്കുമെന്നാ പറഞ്ഞു. എന്തോ മാസം നടക്കാൻ പോണ ഗൈസ്. ഒരു മൈരും ചെയ്യൂല. ഓ ഫോട്ടോ കണ്ടറിയാം അവർ ഇന്റർവ്യൂവിന് മുള്ളാൻ ടോയ്ലറ്റ് പോയി എടുത്ത ഫോട്ടോ ആണ്. ഇത്ര മാസം കാണിക്കുന്ന വീഡിയോ ആണെങ്കിൽ അവരുടെ തലയിന് മേലെ അവർക്ക് ലൗച്ചിനും ഇല്ലാണ്ട് പറ്റത്തില്ല. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ചേട്ടൻ അമ്മേരയിൽ ഒരു വിളക്കെടുത്ത് വെക്കാൻ പറ. എന്തിനടി? എനിക്കങ്ങ് വരെ ഒരു വാക്ക് ഒറ്റ മൈൻഡ്. ഡോക്ടർ അംബേദ്കർ, മഹാത്മാഗാന്ധി, നരേന്ദ്രമോദി ഇല്ല, രാജാറാം മോഹൻ റോയ്, ഇവര് പട്ടിണി കിടന്ന് നിരാഹാര സമരം ചെയ്തിട്ടാണ് ഗൈസ് ഇന്ത്യയിൽ നിന്ന് ചൈൽഡ് മാരേജ് ചവിട്ടി പുറത്താക്കിയത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ മാരേജ് ചെയ്യാൻ വേണ്ടി 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കണ കാണുമ്പോൾ അവര് സ്വർഗത്തിരുന്ന് ആലോചിച്ച് നോക്കി ഇത് കാണുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഇന്ത്യയിൽ സാരേ ജഹാം കി അച്ഛ മാറ്റിട്ട് സാരേ പിള്ളേരെ അച്ഛാന്നാക്കണം. ഇവിടെ ഇതൊക്കെ നമ്മ അന്നേ പ്രൊഡിക്റ്റ് ചെയ്താണ്. അപ്പോഴും പറഞ്ഞതാണ് ഈ ബാലവിവാഹത്തിന് സത്യാഗ്രഹം ഇരിക്കണേക്കായി നല്ലത് അവിടെ വുമൺ റൈറ്റിന് സത്യാഗ്രഹം മതിയായിരുന്നു. അവിടെയാണെങ്കിൽ കുറെ ബാഡീസ് എങ്കിലും പക്ഷെ ഇയാൾക്ക് കുട്ടികളെ തന്നെ വേണം. ഇത് വേറെന്തോ വലിയ അസുഖമാണ്. ഞാൻ മാത്രമല്ല നെഹ്റു കൂടി ഉണ്ട്. എല്ലാത്തിനും എന്നെ വലിച്ചിട്ടാണ്. ഇയാൾ പണ്ടും ഇങ്ങനെയാണ് ഓരോ ട്രിപ്പിന് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ച ഓരോ സത്യാഗ്രഹത്തിന് കൊണ്ടിരുത്തുക. അവിടെ കടന്ന് ബ്രിട്ടീഷുകാരുടെ ഓരോ വള്ളി പിടിക്കുന്നുണ്ട്. അതെല്ലാം എന്റെ തലയ്ക്ക് ഇടും. സത്യാഗ്രഹത്തിനും പട്ടിണിയും കിടന്ന് ബ്രിട്ടീഷുകാരുടെ തൊഴിലും കൊണ്ട് അവസാനം നോട്ടിലൊക്കെ പുള്ളിയുടെ മാത്രം ബിക്ക്. ആർക്കും വേണ്ടാത്ത 5 രൂപ കോയിനിൽ മാത്രം എന്റെ ബിക്ക്. ഡ്യൂഡെ ബ്രൂട്ടോനെ ആനിമേറ്റ് ചെയ്യാൻ വയ്യാട്ടോ. നമ്മളിങ്ങനെ കൊണയടിച്ചോണ്ടിരുന്ന് പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ യൂട്യൂബിനകത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി കുറച്ചാൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ പ്രോമിസ് ചെയ്യണം. ഇനി കുറച്ചാൽ ഇവിടെ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പ്ലീസ് ജോയിൻ ചെയ്യുക. ഓൾറെഡി 2000 പേര് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. മൊബൈലിലും നിങ്ങൾക്ക് PC യിലും പഠിപ്പിച്ചു തരാം. മൊബൈലിലാണെങ്കിൽ 499, PC യിലാണെങ്കിൽ 599. ഇത്ര റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് വേറെ അവിടെ നിന്നും കിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ആൻഡ് താങ്ക് യു ഗൈസ് ഇത്രയും കാലം എന്നെ വെയിറ്റ് ചെയ്തതിന്. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് അത്യാവശ്യമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ജീവിതത്തിൽ വല്ലപ്പോഴും ബ്രേക്ക് എടുക്കണം. എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി എങ്ങനെയോ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറയുന്നത് ഇത്രയും ദിവസം ഞാൻ ഭയങ്കര ലോൺലി ആയിരുന്നു. എൻ്റെ ലോൺലിനെസ് മാറ്റി തന്നതേ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ്. അവരെ കൂടി പോയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ലോൺലി ആയി. ബട്ട് കുഴപ്പമില്ല, എനിക്ക് ബ്രേക്ക് അത്യാവശ്യമായിരുന്നു. ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു. ഞാൻ കുറേ പേർക്ക് എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തു.
പിന്നെ കുറേ പേർക്ക് ജോലി മേടിച്ചു കൊടുത്തു എഡിറ്റിങ്ങിൽ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ്. എൻ്റെ കോഴ്സ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. കുറച്ചും കൂടി പേർക്ക് കുറച്ചും കൂടി കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഗൈസ്. ആൻഡ് ഈ വീഡിയോയിലിടുന്ന എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ചോദിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കുക ഗൈസ്. വൺസ് അഗൈൻ ഐ മിസ് യു ഗൈസ്. ആൻഡ് ഞാൻ ഒരിക്കലും ഇനി മിസ് ചെയ്യില്ല നിങ്ങളെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.